ഇത് നിങ്ങൾക്കുള്ളതാ. ഈ കാർഡില് 500 കോടി രൂപയുണ്ട്. നിഷ, ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞല്ലേ, എന്റെ കമ്പനി പ്രോഫിറ്റ്സിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഓക്കെ സർ, നിങ്ങൾക്ക് 500 കോടി രൂപ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ജിം അങ്ങ് റിനോവേറ്റ് ചെയ്യേ. ഇവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ പഴകിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ സ്റ്റേറ്റസ് വെച്ച് നോക്കുമ്പോൾ ജിം കുറച്ചുകൂടി ലക്ഷറി ആവാം. എന്റെ സ്റ്റാറ്റസിന്റെ അധ്വാനത്തിലാണ് ഇരിക്കുന്നത് നിഷ, അല്ലാതെ പണം എന്ന് പറഞ്ഞാൽ കണ്ണു മഞ്ഞളിക്കുന്ന ആളല്ല ഞാൻ. സർ, കോടികൾ വില മതിക്കുന്ന ഒരു ബംഗ്ലാവ് വിട്ടിട്ടാ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗ്യാരേജ് പോലെയല്ലേ? ആകെ ഒരു റൂമുണ്ട്, അത് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആവശ്യത്തിനധികം വേലക്കാര് ഈ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയുണ്ട്. നിഷ പറഞ്ഞത് സത്യമാണ് സർ. നിങ്ങൾ ഈ രാജ്യത്തെ 50 ലക്ഷം കോടിയോളം സമ്പത്തുള്ള ഒളിമ്പനായ ഒരു ധനികനാണ്. പണത്തോടൊപ്പം തന്നെ താങ്കൾക്ക് മസിൽ പവറുമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം? എന്റെ സഹോദരിയുടെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ എനിക്ക് ഒരാൾ പോലും കൂട്ടിനില്ലാത്ത സമയത്ത് ഈ പണവും പദവിയൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നേ പറയുന്നത്? നിഷ, ഞാൻ ആ കമ്പനി തന്നെ നടത്താനുള്ള കാരണം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ പണമൊന്നും കണ്ടിട്ടല്ല. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കുടുംബം ആ ജോലിയിൽ സന്തോഷത്തോടെ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. അവർ സുരക്ഷിതരായിക്കോട്ടെ എന്ന് കരുതി. എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും അത് CMന്റെ പാർട്ടിയിലേക്ക് ഞാൻ ഡൊണേഷനായിട്ട് തന്നിരിക്കും. കാരണം അവിടുത്തെ സൊസൈറ്റിക്കും ജനങ്ങൾക്കും അതുകൊണ്ട് ഉപകാരപ്പെടുമെങ്കിൽ അതല്ലേ നല്ലത്. നിങ്ങളുടെ മനസ്സ് വളരെ നല്ലതാണ്. നിഷ, എത്ര പ്രോഫിറ്റ് വന്നാലും ശരി, ഞാൻ പറയുന്ന ചാരിറ്റിക്ക് ഡൊണേഷനായിട്ട് കൊടുത്തേക്ക്. മാത്രമല്ല ചീഫ് മിനിസ്റ്ററിന്റെ പാർട്ടിക്കും കൊടുത്തേക്ക്. അപ്പം നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്നോട്ടെ.